ഇപ്പോൾ സോഷ്യൽ മീഡിയാസിൽ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, നമ്മുടെ ബസ്സിൽ ഇൻസിഡൻറ്റ്. ഒരു ജീവനാണ് പോയത് റീച്ചിന് വേണ്ടി, സോഷ്യൽ മീഡിയ റീച്ചിന് വേണ്ടി എന്ന് എല്ലാവരും പറയുന്നുണ്ട്. നമ്മൾ പല വീഡിയോസും കാണുമ്പോൾ നമുക്കും അങ്ങനെ തോന്നുന്നുണ്ട്. അതിപ്പോൾ കൂടെയുള്ള വീഡിയോസ് കാണുമ്പോൾ ക്ലാരിറ്റി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് അശ്വിൻ ബ്രോൻ്റെ വീഡിയോ കണ്ടപ്പോൾ ആൾ ബാഗ് എടുക്കാൻ അങ്ങനെ കൈ പൊന്തിച്ചെന്ന്. ഒന്നാമത് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം പേഴ്സണലി കുറച്ച് നന്നായി റിലേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഈ വീഡിയോ. പക്ഷേ ഇതും കൊണ്ട് ഈ റീച്ചിന് വേണ്ടിയിട്ട് ഇവർ ഒന്നും ഇപ്പോൾ അടുത്ത് വേറൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ലേഡീസ് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാരണം മറ്റു ലേഡീസിനാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് വരാൻ പോകുന്നത്. കാര്യം ഇനി റിയൽ ആയിട്ടൊരു ഇൻസിഡൻറ്റ് വന്നാലും അവിടെ നമ്മുടെ പക്ഷം ചേരാൻ ആരും ഉണ്ടാവും. അവിടെ യഥാർത്ഥമായിട്ട് ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ ചിലപ്പോൾ ആൾക്കാർ നിൽക്കും. ആ സമയത്ത് നമ്മൾ ഒറ്റപ്പെടും. നമ്മൾ റീച്ചിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, നമ്മൾ വീഡിയോ എടുക്കുന്നത്, നമ്മൾ അവരെ എന്താ പറയുക, നമ്മൾ സോഷ്യൽ മീഡിയാസ് ഇട്ടിട്ട് റീച്ച് ആക്കാനാന്നുള്ളൊരു ധാരണ വരും. സത്യത്തിൽ എക്സ്പോസ് ചെയ്യണമൊക്കെ നല്ലത് തന്നെയാണ്. എക്സ്പോസ് ചെയ്യണം, വേണ്ട പറയുന്നില്ല. പക്ഷെ നമ്മൾ റീച്ച് അല്ല നമുക്ക് തോന്നാം. ജെന്യൂൻ ആയിട്ടുള്ള സംഭവമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കൊണ്ടുപോയി സോഷ്യൽ മീഡിയാസിലല്ല പോസ്റ്റ് ചെയ്യേണ്ടത്. നമുക്ക് വേണ്ടപ്പെട്ട നമ്മൾ ഈ നിയമപരമായിട്ട് പോകുക, അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരോടോ പറഞ്ഞിട്ട് അത് കൈകാര്യം ചെയ്യാൻ പറ്റുമോ നോക്കണം. ഇതൊന്നും നടന്നില്ലെങ്കിലും ഇത് ഇനിയിപ്പം ആ വഴിക്ക് അത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ജെന്യൂൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എക്സ്പോസ് ചെയ്യാം. അതിനപ്പുറം നമ്മളൊരു സംഭവം ഒരു സംഭവം ഇൻസിഡൻറ്റ് വരുന്നതിനെക്കാട്ടിലും മുന്നേ വേഗം അത് ക്യാപ്ചർ ചെയ്ത് വേഗം സോഷ്യൽ മീഡിയാസിൽ ഇടുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് പ്രശ്നം. ഏതൊരു പെൺകുട്ടിക്കാണെങ്കിലും ഏതൊരു സ്ത്രീക്കാണെങ്കിലും ഇനി ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ അവരുടെ കൂടെ നിൽക്കാൻ ആൾക്കാർ ഇനി ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു ചോദ്യചിഹ്നമാണ്. ഓഫ്കോഴ്സ് നമ്മുടെ ശരീരത്തിൽ വേറൊരാൾ അനാവശ്യ ഒരാൾ ടച്ചിങ്സ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രതികരിക്കണം. വീഡിയോ ഒക്കെ ഒരു തെളിവ് തന്നെയാണ്. പക്ഷെ നമ്മൾ അത് വൈറലാവാൻ വേണ്ടിയിട്ട് ഒരിക്കലും യൂസ് ചെയ്യരുതെന്ന് എനിക്ക് തോന്നുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സ്ത്രീകൾക്ക് കിട്ടുന്ന ഒരു നിയമസഹായങ്ങൾ ഉണ്ടല്ലോ, അത് മുതലെടുക്കുകയാണ്. അത് ശരിക്കും മിസ്യൂസ് ചെയ്യാണ്. അത് ഞാൻ പറഞ്ഞു പേഴ്സണലി കുറച്ച് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളത്. ഞാനും ഒരു സ്ത്രീയാണ്. അപ്പം നാളെ ഓരോ സ്ത്രീകളും ഇതേമാതിരി മിസ്യൂസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നിയമങ്ങളൊക്കെ തന്നെ അവർ മേ ബി പിൻവലിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ നമ്മളെന്ത് ചെയ്യും എന്നുവെച്ചാൽ ജെന്യൂൻ ആവണം നമ്മൾ. എന്നുവെച്ചാൽ വെറുതെ ഒരാൾ കൊടുക്കണം എന്ന് കരുതിയിട്ട് നമ്മൾക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജ് നമ്മൾ മിസ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ നമുക്ക് ശരിക്കും ഒരു കാര്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരും വില വെക്കാൻ പോകുന്നില്ല, ആരും വിശ്വസിക്കാനും പോകുന്നില്ല. ആക്ച്വലി അത് മറ്റുള്ള സ്ത്രീകളെ ബാധിക്കുന്നൊന്നും ഇവളുമാർ ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നവർ ചിന്തിക്കുന്നില്ല. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ഇങ്ങനെ ചെയ്യുന്ന കുറ്റവാളികൾക്ക് കൂടുതൽ ബസ്സിൽ അവസരം ലഭിക്കും. പെണ്ണുങ്ങൾ കുറച്ചും കൂടി ഇനി പേടിക്കണം എന്ന് വേണ്ടിയിട്ടല്ലേ പറയുന്നത്. ഇത് സമൂഹം തന്നെ കുറേയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ചെയ്ത് റീച്ച് ഉണ്ടാക്കിയാലും എങ്ങനെ ചെയ്താലും നാളെ പിന്നെ സോഷ്യൽ മീഡിയാസായി, അടുത്ത ആഴ്ച ഇൻ്റർവ്യൂ ആയി, അടുത്ത ആഴ്ച ഇനോഗ്രേഷനായി. അപ്പോൾ റീച്ച് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ പോകാൻ ഫെയിമാവാം, അങ്ങനെ ഒരു ധാരണയാണ് പല ആൾക്കാരിലേക്കും ഇത് കൊണ്ട് എത്തിക്കുന്നതും. എന്തും ചെയ്യാം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി കുറച്ച് അലേർട്ടായിട്ട് ഇരിക്കേണ്ടി വരും എല്ലാ സ്ത്രീകളും. ദയവ് ചെയ്ത് നിയമം, നല്ല കുറേ നിയമങ്ങൾ മിസ്യൂസ് ചെയ്യാതിരിക്കുക. റീച്ചിന് വേണ്ടി എന്തും ചെയ്യാതിരിക്കുക. നമ്മൾക്ക് എക്സ്പോസ് ചെയ്യലും എവിഡൻസ് ഉണ്ടാക്കലും കളക്ട് ചെയ്യലും ഒക്കെ നല്ല കാര്യം. അത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ എടുത്തോ പിടിച്ചോ പറഞ്ഞിടാതെ നമ്മൾ വേണ്ട രീതിയിൽ നീങ്ങി ഇതേമാതിരി ഒരാളെ കരുതിക്കൂട്ടി ഹേർട്ട് ചെയ്യാതെ വേണ്ട വിധം ഒന്ന് നീങ്ങുക പ്ലീസ്.